അങ്ങനെ ഏർവാടിൽ നിന്നും വിട പറഞ്ഞ് യാത്രയുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് തമിഴ്നാട്ടിലെ പുണ്യഭൂമിയായ മുത്തുപേട്ട ദർഗയിലേക്കാണ് നമ്മുടെ ഇനിയുള്ള യാത്ര. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മുത്തുപേട്ട ഷേഖ് ദാവൂദ് കാമിൽ വലിയുള്ളാഹി ദർഗ. ഏകദേശം 1000 ചില്ലര വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് അറിയപ്പെട്ടത്. മൂസാ നബി അലൈഹി സ്വലാം കാലത്തുള്ള ഒരു സഹാബ എന്നാണ് പറഞ്ഞു കേട്ടത്. എതിർവശത്തുള്ളതാണ് പള്ളി. ഇവിടെയാണ് നമസ്കാരമൊക്കെ നിർവഹിക്കാറ്. തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലെ മുത്തുപേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു സൂഫി തീർത്ഥാടന കേന്ദ്രമാണ് മുത്തുപേട്ട ദർഗ. ഇത് ഷെയ്ഖ് ദാവൂദ് കാമിൽ വലിയുള്ള ദർഗ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഇസ്ലാമിക നിർമ്മിതികളിൽ ഒന്നാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദർഗ വലിയൊരു ആത്മീയ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹക്കീമുൽ ഹുക്കമ എന്നറിയപ്പെട്ടിരുന്ന വലിയുല്ലാഹി ഷെയ്ഖ് ദാവൂദ് കാമിൽ വലിയുള്ളയാണ്. അദ്ദേഹം അറിവിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും വലിയൊരു പണ്ഡിതനായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാത്ത ആർക്കും സന്ദർശിക്കാവുന്ന ഒരിടമാണിത്. വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട്. അസുഖങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും ആശ്വാസം തേടിയും വലിയുള്ളവരുടെ അനുഗ്രഹം ലഭിക്കാവനായും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. പ്രാർത്ഥനകളിലൂടെയും സിയാറത്തിലൂടെയും ആശ്വാസം ലഭിക്കുന്നുവെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ വർഷവും നടക്കുന്ന സന്നനക്കൂട് പെരുന്നാൾ ഇവിടെ വലിയ ആഘോഷമാണ്. ഈ സമയങ്ങളിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ ഒത്തുകൂടുന്നു. ആത്മീയമായ ശാന്തതയും സമാധാനവും തേടുന്നവർക്ക് ഒരു പ്രധാനപ്പെട്ട സന്ദർശന കേന്ദ്രമാണ് മുത്തുപേട്ട ദർഗ. സിയാറത്തിൽ വന്നവരുടെ കടക്കൾക്ക് ഷെയ്ഖ് ദാവൂദ് ലക്കിയും ഒന്നിട്ടില്ല പരസ്യ ടോക്കൺ എടുത്താ என்கிட்ட தந்தா நான் பேசுவேன். எந்த கையெழுத்து போட்டு இல்லைங்க, அதுதான் ஒன்று கான்டாக்ட் பொறுத்தளவு டோக்கன் வாங்கிட்டு உள்ள போகலாம். സാർ സാർ 10 രൂപ കൊടുക്കണമല്ലോ. அது வேற യാവതില്ല എന്നാ പോലെ ഞാൻ നേരത്തെ പോയി വന്നത് അവർ ഇല്ല അങ്ങനെ ഒന്നുമില്ല. വായിക്കട്ടെ തന്നെ സീർണില്ല. ഏർവാടി ദർഗയിലെ പോലെ തന്നെ ഇവിടെയും അകത്ത് പ്രവേശിക്കാൻ ചെറിയൊരു ഫീസുണ്ട്. 10 രൂപയുടെ ടോക്കൺ എടുത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ദർഗയുടെ പരിപാലനത്തിനും വൃത്തിക്കുമായാണ് ഈ തുക ഉപയോഗിക്കുന്നത്. ഞാനും 10 രൂപ കൊടുത്തു ടോക്കൺ എടുത്തു അകത്ത് കയറി. സാധാരണ എല്ലാ മക്ബറകളിലും കാണുന്ന പോലെ തന്നെ ഇവിടുത്തെ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് നീളം കൂടിയ മക്ബറയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. സുനൈഫ് ഒരു മൂലക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, സിയാറത്ത് ചെയ്യുകയാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് വേറെ 2 മുക്കാമുണ്ട്. അപ്പോൾ ദൂരം കാണുന്നത് ഇവിടെ കാണാം ഫാത്തിമ ബീവി എന്ന് പറഞ്ഞ
ഒരു മക്ബറയാണ്. അവിടെ സ്ത്രീകൾ മാത്രമേ പോകാറുള്ളൂ പറഞ്ഞത്. പിന്നെ ഇത് വഴിക്ക് പോയി കഴിഞ്ഞാൽ വേട്ടൂർ താലി ബാദ്ഷാ റളിയല്ലാഹു അൻഹു ദർഗ, അത് ഇതിലൂടെ, അത് ആണുങ്ങൾക്ക് മാറും. തൊട്ടടുത്താന്നാ പറഞ്ഞത്. ചുനുബാ ഇല്ലല്ലേ, ഇവിടെ തൊട്ടടുത്തായിട്ട് താലി ബാദ്ഷാ, അത് ആണുങ്ങൾക്ക്. ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഒരു ചെറിയ കൊച്ചു ഗ്രാമമാണ് ഈ താലി ബാദ്ഷാ റളിയല്ലാഹു അൻഹു മക്ബറ ഉള്ള സ്ഥലം. ഇവിടെ സ്ത്രീകൾ പോകാറുണ്ട്. അവിടെ ഓൺലി ലേഡീസ് നല്ല ബോർഡൊക്കെ കാണാം. ഉണ്ടോ? ഓൺലി ലേഡീസ്. ആണുങ്ങൾക്ക് ഇവിടെ അവിടെ ഓൺലി ലേഡീസ് നല്ല പാടുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. മക്കബറൊക്കെ പോകുന്നത് എടാ, പള്ളിക്ക് പോരാ ഇന്ന് അല്ല, இங்கே போர்டு வச்சிருக்காங்க லேடிஸ் ஒன்லி. அங்கே போர்டு வச்சிருக்க லேடிஸ் ஒன்லி. இதில் லேடிஸ் மட்டும் போகணும். இது பெண்ணுங்களுக்கு மாத்திரம். മുതുപ്പേട്ടയിൽ അന്ത്യവിശ്വാസം കൊള്ളുന്ന എല്ലാം മലയാളത്തിലുള്ള ബോർഡുള്ളല്ലേ. അന്ത്യവിശ്വാസം കൊള്ളുന്ന ഷെയ്ഖ് അസദുൽ ഹക്കീം السلام عليكم ولي الله إنا إن شاء الله بكم لاحقون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അടുത്ത വീഡിയോവുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.